വിവാദപരമായ തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും CBSEക്ക് പുതിയ കാര്യമല്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായ തീരുമാനവുമായാണ് ഇത്തവണ അവർ രംഗത്ത് വന്നിരിക്കുന്നത്. പത്താം ക്ലാസ് ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ 2 തവണയായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണെന്നാണ് CBSEയുടെ പുതിയ അറിയിപ്പ്. 2026 അധ്യയന വർഷം മുതൽ പുതിയ രീതി നടപ്പാക്കാനാണ് തീരുമാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഇതു സംബന്ധിച്ച് സൂചന നൽകിയത്. പദ്ധതി നേരത്തെ നടപ്പാക്കാൻ തീരുമാനിച്ചതായിരുന്നെങ്കിലും കോവിഡിനെ തുടർന്ന് ഇത് നീണ്ടുപോവുകയായിരുന്നു. പുതിയ മാറ്റം പ്രകാരം പരീക്ഷയുടെ ആദ്യ സെറ്റ് നവംബർ-ഡിസംബർ മാസങ്ങളിലും രണ്ടാം സെറ്റ് ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിലുമായിരിക്കും നടക്കുക. പ്രകടനം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് രണ്ടാമത്തെ പരീക്ഷയെന്നും റിപ്പോർട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിലെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായകമായേക്കുമെന്നാണ് പ്രതീക്ഷ. 2 പരീക്ഷകളിലെ മാർക്കുകളിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നതാണ് ഇതിലെ പ്രധാന പ്രത്യേകത. പദ്ധതിയുടെ ഭാഗമായി എല്ലാ വർഷവും 10 ദിവസം ബാഗ് ഇല്ലാത്ത സ്കൂൾ ദിനങ്ങൾ നടപ്പാക്കാനും ആലോചിക്കുന്നുണ്ട്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇതുപോലുള്ള പദ്ധതികൾ നേരത്തെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അക്കാദമിക ഭാരം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടാണ് പരിഷ്കാരമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. CBSE, NCERT, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുമായി വിദ്യാഭ്യാസ മന്ത്രാലയം ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി കഴിഞ്ഞു. 2026-27 അധ്യയന വർഷം മുതൽ 260 വിദേശ സ്കൂളുകൾക്ക് ആഗോളതലത്തിലുള്ള പാഠ്യപദ്ധതി രൂപവൽക്കരിക്കാനും CBSE ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യൻ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും പാഠ്യപദ്ധതി സംയോജിപ്പിക്കുക. അതുകൂടാതെ 11-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ഇന്ത്യൻ ഭാഷ ഉൾപ്പെടെ 2 ഭാഷകൾ പഠിക്കുന്നത് നിർബന്ധമാക്കാനും ആലോചനയുണ്ട്.